വാർത്തയിലേക്ക്. എറണാകുളം പനമ്പിള്ള നഗറിൽ കാർ കുഴിയിലേക്ക് വീണു. ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കാനെടുത്ത കുഴിയിലാണ് കാർ വീണത്. വലിയ അനാസ്ഥയാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. ഇന്നലെ രാത്രി വരെ ഏതെങ്കിലും തരത്തിലൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നേരം പുലർന്നപ്പോഴാണ് ഈ പ്രദേശവാസികൾ ഇവിടെ ഒരു ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികൾക്കായി എടുത്ത ഒരു കുഴിയിൽ ഒരു കാർ വീണിരിക്കുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡൊന്നും വെച്ചിട്ടുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. ഒരു കാർ വലിയ കുഴിയിലേക്ക്, അതിൻ്റെ ഒരു വശം പൂർണ്ണമായി, 2 ടയറും പൂർണ്ണമായി ആ കുഴിയിലേക്ക് വീണിരിക്കുന്നു. എന്തായാലും വലിയ അനാസ്ഥയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പ്രദേശവാസികൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? ഈ റോഡ് 5-8 മാസങ്ങൾക്ക് മുമ്പ് ജൽജീവൻ മിഷൻ്റെ പൈപ്പിടലുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്തിട്ടുള്ളതാണ്. കുഴിയെടുക്കുകയും പൈപ്പിടലും ഒക്കെ 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഈ BM&BC നിലവാരത്തിൽ നല്ല രീതിയിൽ ടാർ ചെയ്തിരുന്ന റോഡാണ് ഇത്. ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് കുത്തിപ്പൊളിച്ചതാണ്. ഉടനെ തന്നെ ടാറിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. പല രീതിയിലുള്ള പല പ്രഷറുകളും പരാതികളും ഒക്കെ കൊടുത്തിട്ട് യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം, ഏതാണ്ട് ഒരു 11 മണിക്കൊക്കെ ശേഷമാണ്, മഴയുണ്ട് നല്ല. ആ സമയത്ത് കുറച്ച് JCB ഒക്കെ ഇങ്ങോട്ട് വന്നു, കുറേ മെറ്റലും ഒക്കെ ആയിട്ട് വന്ന് കുറേ കുഴിയെടുത്ത് വന്ന വണ്ടിക്കാരൊക്കെ വീണു. അല്ലെങ്കിൽ തന്നെ സാധാരണ ഈ റോഡ് നശിപ്പിച്ചിട്ടത് കൊണ്ട് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇത് പാസ് ചെയ്യുന്നൊരു റോഡ്, സിറ്റിയിൽ നിന്ന് MG റോഡിൽ നിന്ന് മാറി പോകുന്നൊരു സ്ഥലമാണിത്. വാഹനങ്ങൾ 2 വീലർ വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ നിരന്തരം ആക്സിഡൻറ്റ് ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അതിനിടയിലാണ് ഇന്നലെ ആ രാത്രിയിൽ വന്ന വാഹനങ്ങൾ പലതും വീണിട്ടുണ്ട്. കാറ് വന്ന് ഇങ്ങനെ ഒരു കുഴിയിലും വീണ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു അഗാധ ഗർത്തം രൂപം കൊണ്ടിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ അറിയിച്ചിട്ട് വരാമെന്നൊക്കെ പറയാല്ലാതെ വരുന്നില്ല. ഒരുപാട് വെള്ളവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുഴിയൊക്കെ എടുക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഒരു ഇടുങ്ങിയ റോഡാണ്, ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ല. ഒരു രീതിയിലുള്ള മുന്നറിയിപ്പും ബോർഡുകളൊന്നും വെച്ചിട്ട് ഇപ്പോൾ നാട്ടുകാരാണ് ആ ചരട് വലിച്ചിട്ടത് വണ്ടി വരാതിരിക്കാനായിട്ട്. ഒരു മുന്നറിയിപ്പും ഇല്ലെന്ന് മാത്രമല്ല, ലൈറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെങ്കിലും അത് ഇൻഫോം ചെയ്യണമല്ലോ. അല്ലെങ്കിൽ റോഡ് വീടിൻ്റെ വാതിക്കെ എന്തെങ്കിലും ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുമെന്നൊക്കെ. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ പോലും ഇല്ലെന്ന് മാത്രമല്ല, പച്ചപ്പാതിരാക്ക് കോരിച്ചൊരിയുന്ന മഴയത്താണ് തലക്ക് ഓളമുള്ള, തലക്ക് മൂളയുള്ള ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അറിയിച്ചോ, ബന്ധപ്പെട്ട ആൾക്കാരെ? വാട്ടർ അതോറിറ്റി, അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അറിയിച്ചിട്ടുണ്ട്, കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വരാൻ നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. എന്തായാലും കടുത്ത അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് തന്നെ ഇവർ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഒന്നാമത് ഈ റോഡ് തന്നെ അല്പം ചെറിയ റോഡാണ്. ആ റോട്ടിലാണ് അതിൻ്റെ ഒരു വശം കുഴിയെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റോ സ്ഥാപിക്കാതെ ഒരു 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 തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മഴക്കാലമാണ്, വലിയ അപകട സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയത്ത് ഇങ്ങനെ കുഴിയെടുക്കാനേ പാടില്ല. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ കാർ കുഴിയിലേക്ക് വീണത്. മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിക്കാതെയാണ് കുഴിയെടുത്തത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്.